ആരോഗ്യമേഖലയെ അവഗണിച്ച സംസ്ഥാന ബജറ്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ആശുപത്രികളിലേക്ക് സ്വകാര്യ നിക്ഷേപം ശേഖരിക്കാൻ അക്കൗണ്ട് പദ്ധതി നടപ്പിലാക്കും എന്നാണ് പ്രഖ്യാപനം. ആരോഗ്യമേഖലയിലെ ദീർഘകാലമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെയുള്ളതാണ് ബജറ്റ്. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പൂർണ്ണമായും താളം തെറ്റിയ സാഹചര്യത്തിൽ മേഖലയുടെ പുനരുജ്ജീവനത്തിനായി ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. നിലവിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 1128 കോടി രൂപ കുടിശ്ശികയാണുള്ളത്. എന്നിട്ടും പദ്ധതി അഭിമാന നേട്ടം കൈവരിച്ചുവെന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. പദ്ധതി നടത്തിപ്പിനായി 673.54 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ 202 സർക്കാർ ആശുപത്രികളും 364 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ 566 ആശുപത്രികൾ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ 42.45 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. 2024-25 വർഷത്തേക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിനായി 678.54 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രവിഹിതമായി 198 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാർ ആശുപത്രികളിലേക്ക് സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്ന റെമിറ്റൻസ് അക്കൗണ്ട് പദ്ധതി നടപ്പിലാക്കും. സ്വകാര്യവൽക്കരണത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന സർക്കാരാണ് ആശുപത്രികളിൽ പുറത്തുനിന്ന് ഫണ്ട് ശേഖരിക്കുന്നത്. മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 6.67 കോടി, 5 പുതിയ നഴ്സിംഗ് കോളേജ്, റോബോട്ടിക് സർജറിക്ക് 29 കോടി തുടങ്ങിയവയാണ് ആരോഗ്യമേഖലയിലെ മറ്റു പ്രഖ്യാപനങ്ങൾ. അടിസ്ഥാന സൗകര്യവും ചികിത്സയും ലഭിക്കാതെ രോഗികൾ ദുരിതം അനുഭവിക്കുമ്പോഴും ഈ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങളില്ല. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പോലീസിൽ അധിക തസ്തിക വേണമെന്ന ആവശ്യം പരിഗണിച്ചിട്ടില്ല. ആശുപത്രികളിലെ CCTV, മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന, മരുന്ന് ക്ഷാമം തുടങ്ങി ഏറെ നാളത്തെ പല ആവശ്യങ്ങളും തഴയുന്നതാണ് സംസ്ഥാന ബജറ്റ്. ജനം, തിരുവനന്തപുരം.